പ്രധാന വാർത്തകൾ. ലോകായുക്തയെ പിന്തുണച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിലുള്ള വിമർശനം നീതീകരിക്കാനാകില്ല. ലോകായുക്ത പങ്കെടുത്തത് സർക്കാർ വിരുന്നിലാണെന്ന് മറക്കരുതെന്നും കുര്യൻ. അഭിപ്രായ പ്രകടനം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. താമരശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കൊട്ടേഷൻ സംഘത്തിലെ ചിലരെ ഷാഫി തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. കസ്റ്റഡിയിലുള്ള പ്രതിയുടെ കൊട്ടേഷൻ സംഘത്തെ കുരുക്കാൻ നീക്കം. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകൾ ഇന്ന് മിഴി തുറക്കും. ക്യാമറകളുടെ പ്രവർത്തനോദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. നിർമ്മിത ബുദ്ധി ക്യാമറകളുടെ പ്രവർത്തനം സേഫ് കേരള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം ലഭിച്ചതോടെ. രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിൽ സൂറത്ത് സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ വിധി സ്റ്റേ ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ ഹർജിയിലാണ് വിധി. സെഷൻസ് കോടതി വിധി പറയുന്നത് കേസിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം. യുവസംവിധായിക നയന സൂര്യന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര പിഴവെന്ന് കണ്ടെത്തൽ. കഴുത്തിലെ പാടിന്റെ നീളം രേഖപ്പെടുത്തിയതിൽ പിഴവെന്ന് ക്രൈംബ്രാഞ്ച്. പിഴവ് കണ്ടെത്തിയത് ഡോക്ടർ ശശികല തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ടൈപ്പ് ചെയ്തപ്പോൾ സംഭവിച്ച അബദ്ധമെന്ന ഡോക്ടറുടെ വിശദീകരണം. APCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന്. നിർണായക യോഗം. UDF വോട്ട് ബാങ്കുകളിൽ കടന്നുകയറാനുള്ള BJP ശ്രമത്തിനിടെ ക്രൈസ്തവ വിഭാഗങ്ങളുമായി നിരന്തരം ഇടപെടുന്നതിന് പദ്ധതി തയ്യാറാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ചർച്ചയാകും. IPL രാജസ്ഥാനെ തകർത്ത് ലക്നൌ സൂപ്പർ ജയന്റ്സ്. സ്വന്തം തട്ടകത്തിൽ രാജസ്ഥാന് 10 റൺസിന്റെ പരാജയം. ഇന്ന് 2 മത്സരങ്ങൾ. RCB പഞ്ചാബ് കിങ്സിനെയും ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും.